പോലെ വരല്ലേ ഇത് ആംഗ്യഭാഷയല്ല. ഇവിടെ തെലുങ്കിൽ സംസാരിക്കുമ്പോ അതിന് മറുപടി ഇത്ര കൊടുത്തിരുന്നത്. അപ്പൊ എന്റെ തൊട്ട് ബാക്കിൽ ഒരാൾ വന്നവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഇവരിങ്ങനെ വന്നിട്ട് ഞാൻ സംസാരിക്കണ കണ്ട അത് പറഞ്ഞു കൊടുക്കണുണ്ട്. ഞാൻ സംസാരിക്കണത് അക്ക ടീ തന്ന അക്ക അതാ നമുക്ക്. ഞങ്ങൾ ഇവിടുത്തെ വേറൊരു അക്ക, ഞങ്ങൾ ടീ തന്ന അക്ക ഇതൊക്കെ ഉണ്ടാ ഇതന്നെ ഇവര് പാല് ഞങ്ങളിപ്പോ കഴിച്ച സ്ഥലമാണ്. ചായ, ചിക്കൻ ഫ്രൈ, സോഡ ഒക്കെ കഴിച്ച സ്ഥലം. അപ്പൊ അത് അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നു. ഭയങ്കര രസമാണ് അവിടെ. ഫ്രണ്ട് ക്യാമ ഞാൻ കണ്ടു. അപ്പോ അങ്ങനെയാണ്. ബായ് ബായ് ബായ്. അപ്പൊ നമ്മളെ ഫാൻസ് നമ്മളോട് ബായ് പറഞ്ഞിട്ടുണ്ട്. പേര് നീ ചേർലൻ പത്നിയ പത്നി പേര് യമുന. യമുന നദി ഇருக்கு നീർ. ഓക്കെ ഓ ശരി ബായ് ബായ്. ഓക്കെ അപ്പൊ ഞങ്ങള് പുറപ്പെടുകയായി ഇവിടുന്ന്. ആൻഡ് ചെറിയൊരു ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്ന നോക്കിയ ആള് വന്നിട്ട് അയ്യോ ക്യൂട്ടല്ല, എന്താ ഭംഗി, അടിപൊളി, സൂപ്പർ. കണ്ടാ 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 കണ്ടാ. ഓക്കെ 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 ഓക്കെ. ഇപ്പോ ഞങ്ങൾ പുറപ്പെടുകയായി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങായി. ഇനിയിപ്പോ നേരെ ഞങ്ങള് ആണല്ലേ അവിഞ്ഞ സ്ഥലം. അങ്ങോട്ട് പോവില്ലേ? എങ്ങനെ പോവാ? അത് വഴിയുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഓഫ് റോഡ് പോകാൻ പോവാണ്. അതുകൊണ്ട് അങ്ങോട്ട് മലയുടെ അങ്ങോട്ട് പോകാൻ പോവാണ്. ഇതിലൂടെ ഒരു ഓഫ് റോഡ് ഉണ്ടെന്നാ പറഞ്ഞത്. അതിലൂടെ പോകാനാണ് പരിപാടി. ഓക്കെ അപ്പൊ അങ്ങനെയാണ് ബാക്കി അവിടുന്ന്. ഇപ്പൊ നമ്മളുള്ളത് ഒരു ഓഫ് റോഡ് വന്നാണ്. ഞങ്ങൾ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റിയ ഓഫ് റോഡ് ഒന്നല്ല, പക്ഷെ എന്നാലും അവിടെ നിന്ന് നേരത്തെ ഞാൻ കാണിച്ചില്ല. ഇപ്പൊ അവിടുന്ന് കുറച്ച് മുമ്പ് ഇപ്പൊ കാണിച്ച അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. ടൈഗറൊക്കെ അവിടെ എത്തിയപ്പോൾ നിർത്തി. നമ്മൾ പിന്നെ റോക്കറ്റ് ഇവിടെ വരെ വന്നു. നല്ലൊരു എന്താ പറയാ വല്ലാത്തൊരു ഏരിയ. ദൂരെ നിങ്ങൾക്ക് കാണാം മലകള്, കണ്ടില്ലേ? അതുകൊണ്ടാ ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ട് ഇനിയും വഴിയുണ്ടെന്ന്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടൊന്നും വഴിയില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇതിങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പുലി ഇവിടെയുണ്ട്. ഒരു രക്ഷയില്ല. ഏത് കാടും മേടും കടന്നു പോകുന്നുണ്ട്. അതൊരു വലിയ രസം തന്നെ. റോക്കറ്റ് പുലിയാണ്. നിറച്ച് ചളിയായിട്ടുണ്ട്. കാരണം അറിയാലോ, യാത്ര അതിൻ്റെ മൂർധന്യത്തിൽ എന്നൊക്കെ ഉള്ള കുറേ നമുക്ക് സിനിമാറ്റിക് ഷോട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ നിശ്ചയമില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്തു നോക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഓഫ് റോഡ് വന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ശ്മശാനം എന്തോ ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. അപ്പോൾ അല്ല, ഇവിടെ ഫുള്ള് കാട്. ഇനി അങ്ങോട്ടൊക്കെ കാടാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഞങ്ങളിവിടെ കിടക്കാൻ പോകുന്നത് പിന്നെ അവിടെ ആ പാറയുടെ അവിടെ ആയിരിക്കും ഞങ്ങൾ റെസ്റ്റിങ്. അവിടെ ഓൾറെഡി സെറ്റിലായിട്ടുണ്ട് വേണ്ട അവിടെ. അപ്പോൾ അങ്ങനെയുള്ളത്.
ഫെമിൻ വണ്ടി അവിടെ നിർത്തിയുള്ളൂ, ഇങ്ങോട്ടുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിട്ട്. അമല വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ റോക്കറ്റ് കൂടെ കൊടുത്ത് നിർത്തി. ഇവിടെ ആടിനെ മേയ്ക്കുന്ന ആട്ടിടയനും അവരുടെ അമ്മയും ഉണ്ട്. അവർ പിന്നെ ആട് മേയ്ക്കുകയാണ്. നമ്മൾ മുൻപൊക്കെ കഥകളിൽ കേട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു പാട്ടില്ലേ, എന്താണ് ആ പാട്ട് മറന്നുപോയി. ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മൾ, എന്താണ്, നമ്മളൊന്നും പാടാതെ പാടണം, എന്തൊക്കെയോ ഒരു ഇതുണ്ട്. എനിവേ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. സോ നമ്മൾ ഇവനെ ഇവിടെ നിർത്തി, ഇവനെയൊക്കെ ഇവിടെ നിർത്തി. ഇപ്പോൾ നമ്മൾ ഇനി നടന്ന് നമ്മൾ അങ്ങോട്ട് കാടിനുള്ളിലോട്ടുള്ള യാത്രയിലാണ്. ഇനി ഇവിടെ റെസ്റ്റ് എടുക്കും, ഇവിടെ കിടന്നുറങ്ങും. അതൊരു പ്രത്യേക സുഖമാണ് സത്യത്തിൽ. പക്ഷേ ഇതൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ എന്താ പറയുക, യാത്ര ചെയ്യുന്നുണ്ട് ആളുകൾ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെ ആരും കള്ളുകൂടിയും കച്ചറയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വൃത്തിയുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഞങ്ങളുടെ ഇരിക്കുന്ന സ്പോട്ട്. പണ്ട് സന്യാസിമാരൊക്കെ പോയിരിക്കുന്ന പോലെ ഞങ്ങൾ ഇരിക്കാൻ പോകുന്ന സ്ഥലമാണ് അല്ലേ? അവിടെ കാര്യമായിട്ട് പണിയിലാണ് ഒരാൾ. എവിടെ ഇരുന്നാലും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവരാ സ്ഥലം എടുത്ത സ്ഥിതിക്ക് ഞാൻ ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഈ കാടിനുള്ളിൽ എൻ്റെ താവളമാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ പണ്ട് രാജാക്കന്മാരൊക്കെ സ്ഥലം കയ്യേറുന്ന പോലെ ഞാനും ഈ സ്ഥലം എൻ്റേതാക്കി മാറ്റി. ഇത് രാജരാജ ഷമീമിൻ്റെ സ്ഥലമാണെന്ന് പ്രഖ്യാപിച്ചുകൊള്ളും. ഇവിടെയായിരിക്കും ഞാനും എൻ്റെ അംഗപരിവാരങ്ങളും ഇനി രാജഭരണം നടത്താൻ പോകുന്നത്. ഈ കാണുന്നതെല്ലാം ഇനി എൻ്റേതായിരിക്കും. എനിക്ക് കപ്പം തന്നു മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റൂ. ഞാൻ രാജഭടനായിട്ട് തിരഞ്ഞെടുത്ത് ക്യാപ്റ്റനാണ് കിടക്കുന്നത്. അദ്ദേഹം പള്ളി ഉറക്കത്തിലാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിലെ കണക്ക് പിള്ളയാണ് അവിടെ ലാപ്ടോപ്പുമായിരിക്കുന്നത്. കണ്ടില്ലേ? ഓ, താങ്കളുടെ കുതിര അവിടെയുണ്ട്. ഇതാണ് എൻ്റെ രാജഭടന് കൊടുത്തിട്ടുള്ള കുതിര. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഈ രാജാവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഒരിക്കലും ഒന്നും നടത്തി തരാൻ കഴിയൂല എന്ന് പ്രഖ്യാപിക്കുന്നു. ഇനി തുടരുന്നതായിരിക്കും. കണ്ട, ഈ കൊട്ടാരത്തിനുള്ളിൽ അംഗബലം ഇല്ലാതെ ഞങ്ങൾ രാജാവിന്റെ മന്ത്രിയും കൂടി ഇരുന്ന് ബഡ്വൈസർ കുടിക്കുകയാണ്. ഇത് കണ്ടില്ലേ, എന്താ രസം, വേണ്ട എന്താ സുഖം. അപ്പൊ നിങ്ങൾ വിചാരിക്കും കള്ളുകുടിക്കുന്നത്. പള്ളി പറഞ്ഞാൽ മതി, ഇത് നോൺ ആൽക്കഹോളിക്കാണ്. ഇത് നോൺ ആൽക്കഹോളിക്കാണ് അല്ലേ മന്ത്രി പൊങ്കാവൻ? കണ്ടില്ലേ, രാജഭടനെങ്കിൽ ഫിറ്റായി കിടക്കാണ്. ഏത് നോൺ ആൽക്കഹോളിക്ക് മാൾട്ട് അടിച്ചിട്ട്. ഇത് നോർമലി ഗൾഫിൽ നിങ്ങൾ ഷിപ്പിൽ സീറോ ആൽക്കഹോൾ പോളിസി, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സൗദിയിലൊക്കെ ഉണ്ട് ഈ സാധനം. സൗദിയിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. ഒരു ഫീൽ ഉണ്ടാവില്ലേ സാധാരണക്കാരന് കള്ളു കുടിക്കുന്ന ഫീലില്. കുറച്ച് മിക്സ്ചറും സിനിമക്കാരനെ പോലെ കുറച്ച് ചിപ്സൊക്കെ വെച്ചിരിക്കുക, അടിപൊളി. എന്തായാലും നല്ലൊരു രസമുണ്ട്. എന്റെ ഒരു രാജഭടൻ മറ്റൊരു രാജ്യത്ത് നിന്ന് ദൂതുമായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് എനിക്കുള്ള ധാന്യവും മുത്തുവും പവിഴങ്ങളും ഒക്കെയായി അതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊട്ടാരത്തിലേക്ക് കടത്തിവിടുന്നു അദ്ദേഹത്തെ. അദ്ദേഹം ആ മരത്തിന് പിന്നിൽ കുതിരയെ കെട്ടിയിടാൻ പോവുകയാണ്.